മയ്യിൽ മലപ്പട്ടത്ത് ഡിവൈഎഫ്ഐ നേതാവിനെ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. അടൂരിലെ ഒരു വിവാഹ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിനിടെയാണ് റോഡിൽ പതിയിരുന്ന സംഘം ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായ നിഖിലിനെ ആക്രമിച്ചത്. നിഖിലിന്റെ കണ്ണിന് സാരമായ പരിക്കുണ്ട്. മയ്യിൽ മലപ്പട്ടത്തെ അടൂരിലാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ നേതാവിനെ സംഘം ചേർന്ന് ആക്രമിച്ചത്. അടൂരിലെ ഒരു വീട്ടിൽ വിവാഹത്തിൽ പങ്കെടുത്ത് രാത്രി മടങ്ങുന്നതിനിടെയാണ് റോഡിൽ പതിയിരുന്ന സംഘം ആക്രമണം നടത്തിയത്. ഡിവൈഎഫ്ഐ മലപ്പട്ടം മേഖലാ കമ്മിറ്റി അംഗം നിഖിലിനെയാണ് ആക്രമിച്ചത്. കണ്ണിന് സാരമായി പരിക്കേറ്റ നിഖിലിനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2 ദിവസത്തിന് ശേഷമാണ് ഡിസ്ചാർജ് ആയത്. സംഭവത്തെക്കുറിച്ച് നിഖിൽ പറയുന്നത് ഇങ്ങനെ. ഞാൻ അടൂരില് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ തലേദിവസം ആ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഏകദേശം ഒരു 11:30 കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാലും കുറച്ച് ആൾക്കാർ കൂട്ടം കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. അവർ BJPന്റെയും RSSന്റെയും അനുഭാവികളായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവര് ഒരു കാരണമില്ലാതെ വെറുതെ എൻ്റെ വീട്ടിൽ തർക്കിച്ചിട്ട് എന്നെ ക്രൂരമായിട്ട് മർദ്ദിപ്പിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു. എൻ്റെ ഭാഗമായിട്ട് എൻ്റെ കണ്ണിലും തലയുടെ ഭാഗത്തൊക്കെ ആയിട്ട് കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ AKG ആശുപത്രിയിൽ 2 ദിവസം അഡ്മിറ്റ് ആകേണ്ട ഒരു നിലയും വന്നിട്ടുണ്ടായിരുന്നു. 20ഓളം വരുന്ന സംഘമാണ് ആക്രമണം നടത്തിയത്. വിവാഹ വീട്ടിലും മറ്റും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനെതിരെ നിലപാടെടുത്തതാണ് പ്രകോപനത്തിന് കാരണമായത്. അക്രമി സംഘത്തിലെ P. രാജീവൻ, N. ആദർശ് എന്നിവരെ മയ്യിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന M. നിഖിൽ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. AKG ആശുപത്രിയിൽ കഴിയവേ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് MC രാഘവൻ, ഇരിക്കൂർ ബ്ലോക്ക് പ്രസിഡന്റ് റോബർട്ട് ജോർജ് തുടങ്ങിയവർ നിഖിലിനെ സന്ദർശിച്ചു. പ്രദേശത്ത് മദ്യപാനവും മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് പതിയിരുന്നുള്ള ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം. പ്രതികൾ BJP RSS പ്രവർത്തകരാണെന്നും DYFI ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.